നമസ്കാരം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എനിക്കൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറി. ആദ്യ വാർത്തയിലേക്ക്. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചു. പീഡനത്തിന് ഇരയായെന്ന് യുവതി മൊഴി നൽകി. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവറിലെ മേൽവിലാസമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. അക്യൂസ്ഡ് കൺഫസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്. അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൾ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് യുവതി മൊഴി നൽകി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. എസ് ശ്യാംകുമാറും വിനീത വിജിയും വിശദാംശങ്ങളുമായി. ആദ്യം ശ്യാംകുമാറിലേക്ക്. ശ്യാംകുമാർ, ഇത് പീഡിപ്പിച്ചയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇയാളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അറിയാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് വളരെ വ്യക്തമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗം ഈ യുവതിയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാളുമായി പരിചയപ്പെട്ടതെന്നും പിന്നീട് ബന്ധം പുലർത്തിയിരുന്നതെന്നുമുള്ള വിവരവും യുവതി മൊഴിയായി നൽകിയിട്ടുണ്ട്. ലൈംഗികമായി പീഡിപ്പിച്ചത് നിർബന്ധപൂർവ്വമാണ്, ബലം പ്രയോഗിച്ചാണ് എന്നുള്ളൊരു മൊഴി ഈ യുവതി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയെ തുടർന്നാണ് പെൺകുട്ടിയെ അതിജീവിതയായി പോലീസ് കണക്കാക്കുകയും പെൺകുട്ടിയുടെ പേര് വിവരങ്ങളും മറ്റ് അടയാളങ്ങളും ഒന്നും പുറത്തു പറയരുത് എന്നുള്ള ഒരു വിവരം പോലീസ് നിയമപരമായി തന്നെ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നൊരു സൂചന പോലീസ് നൽകുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ തന്നെ ആ പ്രതി ഉള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന. ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അതിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്താൽ പോലീസ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ഏതായാലും സ്ഥിരീകരിക്കും. ഏതായാലും പോലീസിൻ്റെ കൈവശം നിലവിൽ യുവതി ഗർഭിണിയായ കേസിൽ, നവജാത ശിശു കൊല്ലപ്പെട്ട കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ എല്ലാ വിവരങ്ങളുമുണ്ട്. അതിൻ്റെ ചാറ്റ് വിവരങ്ങൾ, ഇവർ തമ്മിലുള്ള ബന്ധം, മറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം പോലീസിൻ്റെ കൈവശമുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത വിജിയിലേക്ക് കൂടി. വിനീത, ഈ വിവരത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല, ഗർഭിണിയായിരുന്നു എന്ന വിവരം പോലും അറിഞ്ഞിട്ടില്ല എന്നത് ആ തരത്തിലേക്ക് തന്നെ അത് വിശ്വസനീയമായ ആണ് എന്ന് പോലീസ് തന്നെ പറയുമ്പോൾ കൂടുതലായി പോലീസ് പുറത്തുവിടുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ അവർ നിരപരാധികളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പീഡനത്തിനിരയായ കാര്യമോ അല്ലെങ്കിൽ ഈ ഗർഭം ധരിച്ചിരുന്ന കാര്യമോ ഒന്നും മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകുകയും അതിനുശേഷം പിന്നീട് ആ പ്രസവിച്ച കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നത്. ആ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പ്രസവിച്ച കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടി ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്ത കാര്യമോ ഒന്നും മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ മുറി അടച്ചിരുന്ന് അവിടുത്തെ ശുചിമുറിയിലാണ് ഈ പെൺകുട്ടി കുഞ്ഞിനെ പ്രസവിച്ചത്. ഒപ്പം തന്നെ ഈ ശുചിമുറിയിലുണ്ടായിരുന്ന ചില രക്തക്കറകൾ അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞിനെ പൊതിഞ്ഞ നിലത്തേക്ക് താഴേക്കെറിഞ്ഞ കവറിൽ, അതൊരു ആമസോണിന്റെ പാഴ്സൽ കവറാണ്. ഈ കവറിൽ ഇവരുടെ ഒരു മേൽവിലാസം ഉണ്ടായിരുന്നു. ഈ മേൽവിലാസം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് ഇവരെ 3 പേരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് താൻ ഇങ്ങനെ ഒരു പീഡനത്തിനിരയായിരുന്നു എന്നും നിർബന്ധമായി തന്നെ ഒരാൾ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുമൊക്കെ ആ പെൺകുട്ടി മൊഴി നൽകുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും താൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം അതിന്റെ കഴുത്തിൽ ഒരു ഷോൾ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നടു റോഡിൽ വീണ് കിടക്കുകയായിരുന്നു ഈ മൃതദേഹം. ഈ ഫ്ളാറ്റിൽ നിന്ന് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് ഈ കുഞ്ഞിനെ റോഡിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് ചാപിള്ളയായിരുന്നോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ അതാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ഉള്ളത്. ഇപ്പോൾ നിലവിൽ കൊലക്കുറ്റത്തിനൊക്കെ അന്വേഷണ സംഘം കേസ് എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭ്യമായതിനു ശേഷം മാത്രമേ അതിൽ ഈ അന്വേഷണം ഇനി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ
കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അതിനുശേഷം ആ റിപ്പോർട്ട് അവർ പോലീസിന് കൈമാറും. ഒരുപക്ഷെ ഈ കുഞ്ഞ് അത് ചാപിള്ളയാണ് എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടെങ്കിൽ ഈ മൃതദേഹത്തോടുള്ള ഒരു അനാദരവ് എന്ന തരത്തിൽ മാത്രമായിരിക്കും ഈ കേസ് ഉണ്ടാവുക. പക്ഷേ അല്ല എങ്കിൽ ഈ കുഞ്ഞിനെ ഈ ഷോള് കഴുത്തിലുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ കഴുത്ത് ധരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കുഞ്ഞിനെ റോഡിലേക്ക് എറിഞ്ഞതാവാം എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട്. കാരണം അതിന്റെ മറുവശത്ത് ഒരു മാലിന്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പറമ്പുണ്ട്, അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് എറിഞ്ഞതാകാം, അത് ദിശ തെറ്റി റോഡിലേക്ക് വീണതാകാം എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം മാത്രമേ കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ കൂടി ഇതിൽ ചുമത്തേണ്ടതായിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ മാതാവ് അതിജീവിതയാണ് എന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഒപ്പം പീഡിപ്പിച്ചയാളുടെ വിവരങ്ങൾ കൂടി പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരാൾ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് അതിജീവിത പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളിലേക്ക് പോലീസ് കൃത്യമായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. താൻ ഒന്നും കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ മൊഴി നൽകി. പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല എന്നും കണ്ടക്ടർ പറഞ്ഞു. ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ തരത്തിലേക്ക് എന്തെങ്കിലും ലൈംഗിക ചേഷ്ട കാണിച്ചോ അല്ലെങ്കിൽ സൈഡ് തരാത്ത പ്രശ്നമുണ്ടായോ, ഇതൊന്നും തനിക്കറിയില്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹം മൊഴി നൽകുന്നത്, അല്ലേ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഈ ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി തന്നെയാണ്. ആ മൊഴിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തുക. ഈ മൊഴിയിലാണ് ഈ കണ്ടക്ടർ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. അതായത് താൻ പിൻസീറ്റിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും കണ്ടില്ല, ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല. ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ താൻ പിൻസീറ്റിലായിരുന്നു. ഈ വലിയൊരു ബഹളമുണ്ടായി. ബസ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ തടഞ്ഞൊരു ഘട്ടത്തിൽ മാത്രമാണ് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതെന്നാണ് ഈ കണ്ടക്ടർ നൽകിയിരിക്കുന്ന മൊഴി. മറ്റ് കാര്യങ്ങൾ ഈ ബസ് തടയലുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ ആരോപണങ്ങളും ഈ കണ്ടക്ടർ അറിഞ്ഞില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. മേയർ ഉന്നയിച്ച ലൈംഗിക ചേഷ്ട, ഒപ്പം തന്നെ ഈ വാഹനം ഓവർടേക്ക് ചെയ്തു, സൈഡ് നൽകിയില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല എന്നൊരു അതിനിർണായകമായൊരു മൊഴിയാണ് നിലവിൽ ഈ കണ്ടക്ടർ നൽകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഷയവുമായി തനിക്കൊരു ഒരു തരത്തിലുള്ള ശ്രദ്ധയിലും പെട്ടില്ല എന്ന രീതിയിലുള്ളൊരു മൊഴിയാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടക്ടറുടെ മൊഴി വളരെ നിർണായകമാണ്. കാരണം ഇത്തരം വിഷയങ്ങളുണ്ടായപ്പോൾ ഈ ബസ്സിലെ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ നടന്ന കാര്യങ്ങൾ എന്തെന്ന് വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കണ്ടക്ടർ സുബിൻ എന്ന് പറയുന്നത്. ഈ സുബിനാണ് നിലവിൽ യദുവിന് അനുകൂലമായി എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു മൊഴി നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കിൽ കോടതിയിൽ ഉൾപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഈ കണ്ടക്ടർ സുബിന്റെ മൊഴി നിർണായകവുമാണ്. മേയർ ഡ്രൈവർ തർക്കത്തിലാണ് ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. തനിക്കൊന്നും അറിയില്ല എന്ന മൊഴി ഫലത്തിൽ ഡ്രൈവറിന് സഹായകമാകുന്ന തരത്തിലേക്കുള്ള മൊഴി കണ്ടക്ടർ നൽകിയിട്ടുണ്ട്. അതിനിടെ KSRTC ഡ്രൈവർ യദുവിനെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന ആൻഡ് റോയ് രംഗത്തെത്തി. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം തനിക്കുമുണ്ടായെന്ന് നടി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. അപകടകരമാം വിധം തന്റെ വാഹനത്തെ മറികടന്ന ഡ്രൈവർ പിന്നീട് ബസ് നിർത്തി ഇറങ്ങി വന്ന ശേഷം ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തുവെന്ന് റോഷ്ന പറഞ്ഞു. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത്. എന്നിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. KSRTC ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം, അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരായ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയിലേക്ക് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുക. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, യദുവിനെതിരെ ഒട്ടേറെ പരാതികളുണ്ട്, അതിന് അത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടി പറയുന്നത് എന്താണ്? തനിക്കും സമാനമായ അനുഭവം നേരിട്ടുവെന്ന് പറയുന്നു. കൂടാതെ ചില ചിത്രങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ.
അനുജ, ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം ഡിവൈഎഫ്ഐയും ഒക്കെ ഈ ഡ്രൈവറായ യദു നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാക്കി രംഗത്ത് വന്നതാണ്. അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഡ്രൈവർക്കെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് മാസങ്ങൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞ വർഷം ജൂണിലോ ജൂലൈയിലോ ആണ്, വരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു മോശം സമീപനമുണ്ടായത്. കുന്നംകുളം ഭാഗത്തെത്തിയപ്പോൾ അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ ഒരു വഴി മാത്രമേ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഈ വാഹനം ഈ ഡ്രൈവർ യദു ഓടിച്ച KSRTC ബസ് പല ബസ്സുകളെയും ഓവർടേക്ക് ചെയ്ത് വേഗത്തിൽ വരികയായിരുന്നു. എന്നാൽ തങ്ങളുടെ കാറിനടുത്തെത്തി പിറകിൽ വെച്ച് ഹോൺ മുഴക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കഷ്ടിച്ചൊരു വാഹനം മാത്രം പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഹോൺ മുഴക്കിയപ്പോൾ ഈ നടിയും ദേഷ്യം വന്ന് തിരികെ ഹോൺ മുഴക്കി. അതിനുശേഷം ഇയാൾ ഈ വാഹനം മുൻപിലേക്ക് എടുത്തുകൊണ്ട് പോകുകയും പിന്നീട് അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ആരോപണം. അതിനുശേഷം ഈ നടി ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ മുൻപിലേക്ക് പോയി ഒരു MVD പരാതി പറയുന്ന സമയത്ത് വീണ്ടും അവിടെ ഇറങ്ങി വന്നതിന് ശേഷം ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് ആരോപണം. ഒരു മേയർക്കെതിരെ പോലും ഇത്തരത്തിൽ പറഞ്ഞയാൾ തനിക്കെതിരെയും പറയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഫോട്ടോ ഉൾപ്പെടെ, ഈ ബസ്സിന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോ ആണത്. ഇപ്പോഴും താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം ആ സംഭവം മറക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇത്തരത്തിൽ വാർത്തയായതിനു ശേഷം യദുവിന്റെ വാർത്തയിലെ ചിത്രങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം തന്നെയാണ് എന്ന് ഉറപ്പിച്ചത് എന്നും പറയുന്നു. മാത്രമല്ല താനൊരു രാഷ്ട്രീയ കക്ഷിയുടെയും ആളല്ല, അതിന് പകരം ഇത്തരം കാര്യം തുറന്നു പറയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ നടിയുടെ ആരോപണം. അതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടക്ടർ പറയുന്നത് താൻ ഒന്നും കണ്ടിട്ടില്ല, താൻ പുറകു സീറ്റിലായിരുന്നു. കാര്യങ്ങൾ ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞു. സലീം, ഇപ്പോൾ ഈ ഡ്രൈവർ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്റെ പരാതിയിൽ കോടതിയിലേക്ക് പോകുന്നില്ല തൽക്കാലം എന്നാണ്. ഇപ്പോൾ അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു എന്നതിൽ തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ? അനുജ, അതെ, കാര്യം കഴിഞ്ഞ ദിവസം ഈ ഡ്രൈവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷേ അത് നിഷേധിച്ച്, ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് താൻ തൽക്കാലം കോടതിയിലേക്ക് പോകുന്നില്ല എന്നൊരു നിലപാടായിരുന്നു യദു സ്വീകരിച്ചത്. പക്ഷേ പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നുള്ള ആ നിലപാട് ഇപ്പോൾ തിരുത്തുന്നു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഡ്രൈവർ യദുവിന്റെ ആവശ്യം. അതിൽ തന്നെ പ്രധാനമായും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതിനിടയിൽ വാഹനത്തിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലോ കോടതിയുടെ നിർദ്ദേശപ്രകാരമോ നടത്തണം എന്നുള്ളതാണ് ഹർജിയിലെ ആവശ്യവും. അനുജ, യദുവിനെതിരെ പരാതിയുമായി ഇപ്പോൾ നടി രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ യദു കോടതിയിലേക്ക് തന്റെ പരാതിയുമായി എത്തുന്നു. കൊച്ചിയിൽ ബസ് യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണയാളെ കൃത്യസമയത്ത് ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ രക്ഷകരായി. തോട്ടക്കാട്ടുകര സ്വദേശി സുധാകരൻ പിള്ളയാണ് യാത്രയ്ക്കിടെ ബസ്സിൽ കുഴഞ്ഞു വീണത്. യാത്രക്കാരുമായി പോയ ബസ് ഉടൻ തന്നെ കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ശ്യാം കുമാർ വിവരങ്ങളുമായി. ശ്യാം, മാതൃകാപരമായ പ്രവർത്തനമാണ്, എന്താണ് സംഭവിച്ചത്? അനുജ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. തോട്ടക്കാട്ടുകര സ്വദേശി ആയ 70 വയസ്സുകാരനാണ് ബസ്സിനുള്ളിൽ, ആലുവ മെട്രോ സ്റ്റേഷൻ കഴിയുന്ന സമയത്ത് സുധാകരൻ പിള്ള എന്ന 70 വയസ്സുകാരൻ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുന്നത്. ഇതോടെ യാത്രക്കാരുമായി തന്നെ ബസ് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ബോധരഹിതനായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച കൃത്യസമയത്ത് ചികിത്സ നൽകാൻ സാധിച്ചതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വകാര്യ ബസ്സുകൾക്കെതിരെ വലിയ പരാതികൾ ഉയരുന്നൊരു സമയത്താണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാത്രക്കാരുമായി ബസ് ആശുപത്രിയിലെത്തുകയും അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തിരിക്കുന്നത്. അനുജ, അത്തരത്തിൽ മാതൃകാപരമായൊരു പ്രവർത്തനം. ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിലെത്തിച്ച് ബസ് ജീവനക്കാർ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി. ജാമ്യ ഉപാധികൾ നിർദ്ദേശിക്കാൻ കോടതി EDയോട് ആവശ്യപ്പെട്ടു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, തെരഞ്ഞെടുപ്പിനായാണെങ്കിൽ പോലും ഒരു ഇടക്കാല ജാമ്യം ലഭിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയാണോ കാര്യങ്ങൾ? അനുജ, തീർച്ചയായിട്ടും. കാരണം ഈ EDയുടെ അറസ്റ്റിനെയും കസ്റ്റഡിയും ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി നിർത്തുന്നതിനാണ് ED അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വാദങ്ങൾ പരിശോധിച്ച ശേഷം സുപ്രീം കോടതി പറഞ്ഞത് ഈ നിലവിലെ ഹർജിയിൽ അതിലൊരു തീരുമാനത്തിലെത്താൻ കാലതാമസം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ജാമ്യാപേക്ഷ മുന്നോട്ട് വച്ചാൽ അത് പരിഗണിക്കാം എന്നൊരു താല്പര്യം അത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു ഇടക്കാല ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉപാധികൾ നിർദ്ദേശിക്കാൻ EDയോടും
സുപ്രീം കോടതി ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും അതിൽ എന്താണ് ഇനി കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൽ സജീവമാകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ കേജ്രിവാൾ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കും. എന്തായാലും ചൊവ്വാഴ്ച നിലവിലെ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നുമാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനായി ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ജയം അനിവാര്യമാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ ഘട്ടത്തിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രതീക്ഷ എന്താണ്? മുംബൈക്ക് ഈ സീസണിൽ വലിയ ആശ്വസിക്കാൻ കഴിയുന്ന കണക്കുകളൊന്നും തന്നെ മുന്നോട്ട് വെക്കാനില്ല. ഈ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ടീമുകളാണ്. 2ാം സ്ഥാനത്ത് കൊൽക്കത്ത നിൽക്കുന്നു. അവസാന സ്ഥാനങ്ങളിൽ ഇങ്ങനെ തപ്പിത്തടയുകയാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ചില പഴയ കണക്കുകൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടാവും. കാരണം കൊൽക്കത്ത ഇവിടെ വന്ന് മുംബൈയെ ഒന്ന് തോൽപ്പിച്ചിട്ട് ഏതാണ്ട് 14 വർഷമാകുന്നു. അപ്പോൾ 2012 ഏറ്റവും ഒടുവിൽ കൊൽക്കത്ത വിജയിച്ചത്. അതുകൊണ്ടൊരു വിന്നിംഗ് സ്ട്രീക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു കൊൽക്കത്തയ്ക്ക് മുകളിൽ വാങ്കഡയിൽ അവർക്കൊരു ഒരു മേൽക്കോയ്മ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല നേർക്കുനേർ പോരാട്ടങ്ങളുടെ കണക്കിലും കൊൽക്കത്തയ്ക്ക് മേലൊരു ആധിപത്യം മുംബൈ ഇന്ത്യൻസിനുണ്ട്. പക്ഷേ ഈ സീസണിൽ ഇതുവരെയുള്ള കളികൾ, ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുംബൈക്ക് കൊൽക്കത്തയ്ക്ക് ഒരൊത്ത എതിരാളിയല്ല മുംബൈ എന്ന് പറയേണ്ടി വരും. ഇന്ന് ഈ സമയമാകുമ്പോഴും വലിയ തിരക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്ത് കാണാനില്ല. പതിവ് കാഴ്ചയിൽ നിന്ന് ഒരല്പം വ്യത്യാസമാണ്. നേരത്തെയൊക്കെ 7 മണിക്ക് ശേഷമാണ് മത്സരമെങ്കിലും ഇതിനോടകം തന്നെ ടീം ബസ് വരുന്നത് കാണാനും മറ്റുമായി ആരാധകർ ഇങ്ങനെ നിറഞ്ഞു കൂടാറുണ്ടായിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ അത്തരം കാഴ്ചകൾ കാണുന്നില്ല. ആരാധകരും വലിയ നിരാശയിലാണ്. ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ പലപ്പോഴും മുംബൈയിലെ ആരാധകർ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. കാരണം രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നതിന് ശേഷം ടീം മത്സരങ്ങളിലൊക്കെ നടത്തുന്ന പ്രകടനം, അതിൽ ക്യാപ്റ്റൻ്റെ പ്രകടനമൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ആരാധകർ ആ നീരസം പ്രകടമാക്കാറുമുണ്ട്. പല മത്സരങ്ങളിലും അത് കണ്ടതാണ് മൈതാനത്തിനകത്ത് നിന്ന് പോലും. അങ്ങനെ മുംബൈ ആരാധകർക്ക് വലിയ നിരാശയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ചാൽ മാത്രം പോലെ വലിയ മാർജിനിൽ വിജയിക്കണം, മറ്റു ടീമുകളുടെ ഫലം കൂടി ആശ്രയിക്കണം എന്ന നിലയിലേക്ക് പ്ലേ ഓഫ് സാധ്യതകൾ മുംബൈയുടെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും മുംബൈയിലെ ആരാധകർക്ക് തൃപ്തിപ്പെടുത്തുന്നതല്ല, മുംബൈയുടെ സാധ്യതകളെയും അത് തൃപ്തിപ്പെടുത്തുന്നതല്ല. പക്ഷേ കൊൽക്കത്തയാവട്ടെ ഈ തുടർന്ന് വരുന്ന അവരുടെ ഒരു മികച്ച പ്രകടനം, ഏറ്റവും ഒടുവിലെ ബാറ്റ്സ്മാൻ വരെ അടിച്ച് കളിക്കുന്ന തരത്തിൽ ബാറ്റിങ്ങിൻ്റെ വലിയൊരു സ്ട്രെങ്ത് അവർക്കുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ പവർ പ്ലേയിൽ സോൾട്ടും സുനിൽ നരേനും മുന്നിൽ നിന്ന് നയിച്ച് വലിയ റൺസ് പടുത്തുയർത്തുന്നതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു കൊൽക്കത്ത ആരാധകർ. അങ്ങനെ പോയിന്റ് ടേബിളിൽ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. IPL-ൽ നിന്ന് നിർണായക പോരാട്ടം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വയനാട് തലപ്പുഴ മാവോയിസ്റ്റ് വെടിവയ്പ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. CPI മാവോയിസ്റ്റ് സംഘടനയിലെ തിരുവങ്കിടം, ശ്രീമതി, ലത, സുന്ദരി എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. പോലീസ് കമാൻഡോകൾക്കെതിരെയാണ് വെടിവയ്പ് ഉണ്ടായത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ കുറ്റപത്രം കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിൽ വയനാട് തലപ്പുഴ മാവോയിസ്റ്റ് കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPI മാവോയിസ്റ്റ് സംഘടനയിലെ 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം ഉള്ളത്. പോലീസ് കമാൻഡോകൾക്കെതിരെയാണ്, വെടിവെപ്പ് നടത്തിയവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവങ്കടം, ശ്രീമതി, ലത, സുന്ദരി എന്നിവർക്കെതിരെയാണ് ഈ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 10 കേരള പോലീസിൽ നിന്നും ഈ 2024 ഫെബ്രുവരി 10
കേരള പോലീസിൽ നിന്നും കേസ് NIA ഏറ്റെടുക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 2023 നവംബർ 7-നാണ്. അനുജ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരും. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രി താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ്, ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ റെഡ് അലേർട്ട് വിവരങ്ങൾ. ഹനുജ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് 2 ജില്ലകളിൽ കൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കടുത്ത ജാഗ്രത വേണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ 1.5 മാസക്കാലമായി സംസ്ഥാനത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതായത് അതിന്റെ സാഹചര്യത്തിലാണ്, ആ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, നാളെ രാത്രി 11:30 രാവിലെ 2:30 മുതൽ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകും എന്നുള്ളതും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ താമസിക്കുന്നവർ അധികൃതർ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും സുരക്ഷിതമായി ഹാർബറിൽ സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. അനുജ, സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് റെഡ് അലേർട്ടും. തൃശൂർ ചേർപ്പ് മുത്തുള്ളിയാലിൽ വാഹനാപകടം. ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ച് ജീപ്പ് യാത്രക്കാരായ 2 പേർക്ക് ദാരുണാന്ത്യം. ബസ്സിലെ 5 യാത്രക്കാർക്ക് പരുക്കേറ്റു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ. അനുജ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ചേർപ്പ് മുതൽ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ച് ഇത്തരത്തിൽ 2 പേർ മരിച്ചത്. ഈ ബസ്സിലുണ്ടായിരുന്ന 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അമിത വേഗത്തിലെത്തിയ ജീപ്പ് മറ്റു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും ഈ ജീപ്പ് തകർന്നു. ഒടുവിൽ ഈ പ്രദേശവാസികളും എല്ലാവരും ചേർന്നാണ് ഈ ജീപ്പിനകത്ത് കുടുങ്ങിയവരെ ഏറെ നേരത്തെ സമഗ്ര ചേർപ്പിൽ വാഹനാപകടത്തിൽ 2 മരണം. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് അവസാനിക്കുന്നു.